Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. PDF കാണാമോ? ഫുഡ് കഴിച്ചല്ലോ. ഫുഡ് കഴിച്ചോ? കഴിക്കുകയാണ്. ഓക്കെ, പെട്ടെന്ന് കഴിക്കൂ. കുറച്ച് കുട്ടികളും കൂടി കയറട്ടെ കേട്ടോ. Okay, good afternoon to all. Good afternoon, ma'am. Good afternoon. Yes. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതല്ല, സെക്യൂരിറ്റി വരെ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? ഓർമ്മയുണ്ടോ? വായിച്ചൊന്നും നോക്കാറില്ലല്ലേ? ആണോ? യെസ്. നെക്സ്റ്റ് വരുന്നത് ട്രയേജ് ആണ്. എന്താണ് ട്രയേജ്?
tries the process of sorting people based on their requirement for immediate medical treatment as compared to their chance of benefiting from such care. Trial is done in emergency room, disasters, and was when limited medical resources must be allotted to enhance the number of survivors. എന്താണ് ട്രയേജ് എന്നൊരു പ്രോസസ്സ്? ട്രയേജ് കുറെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, സോർട്ടിംഗ് പ്രോസസ് ആണ് അല്ലെ. അതായത് പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സിവിയറിറ്റി നോക്കിയിട്ട് നമ്മൾ പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കുന്നതാണ്. അതായത് അപ്പോൾ ആ സിറ്റുവേഷൻസിൽ പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യും? സോർട്ട് ചെയ്യും അല്ലെ. ഏറ്റവും ക്രിട്ടിക്കൽ കെയർ കൊടുക്കേണ്ടത് ആർക്കാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പേഷ്യൻസിനെ വേർതിരിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്താ ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ട്രയേജ് എവിടെയാണ് പ്രധാനമായിട്ട് നടപ്പിലാക്കുന്നത്? എമർജൻസി റൂംസിലാണ് അല്ലെ. പ്രത്യേകിച്ച് ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷൻ, വാറ് ഇതൊക്കെ സംഭവിക്കുന്ന സമയത്താണ് നമ്മൾ പേഷ്യൻസിനെ സോർട്ട് ഔട്ട് ചെയ്യുന്നത്. ഇനി സോർട്ട് ഔട്ട് ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യമുണ്ട്. എന്താണ്? നമുക്ക് എല്ലാ റിസോഴ്സസും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? അതായത് എല്ലാ പേഷ്യൻസിനും എല്ലാ റിസോഴ്സസും കൊടുത്തിട്ട് അവരെ സേവ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല അല്ലെ. അതായത് നമുക്ക് ലിമിറ്റഡ് റിസോഴ്സസ് മാത്രമേ ആ സമയത്ത് ഉണ്ടാവുള്ളൂ. അപ്പോ പ്രയോറിറ്റി അനുസരിച്ച്, അതായത് ഗുരുതരാവസ്ഥയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഉള്ള റിസോഴ്സസ് ആദ്യം പറ്റിയ ആൾക്ക് അല്ലെങ്കിൽ എമർജൻസി കെയർ കൊടുക്കേണ്ട ആൾക്ക് നമ്മൾ ആദ്യം അലോക്കേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ അവരെ രക്ഷിക്കുന്നത്. ഓക്കെ, പിന്നെയുള്ള പേഷ്യൻസിന് എന്താണ്? പതുക്കെ റിസോഴ്സസ് കൊടുത്തിട്ട് അവരെ നമുക്ക് ഡിലേഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് അവർക്ക് കൊടുത്താലും മതിയാവും അല്ലെ. ഓക്കെ, അങ്ങനെയാണ് ട്രയേജ് പ്രോസസ് എന്ന് പറയുന്നത്. ട്രയേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോർട്ടിംഗ് ദ പീപ്പിൾ ബേസ്ഡ് ഓൺ ദ റിക്വയർമെന്റ്സ് ഫോർ ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഓക്കെ, യെസ്. ഇപ്പൊ എല്ലാ റിസോഴ്സസും നമുക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് സാധിക്കില്ല. പ്രയോറിറ്റി അനുസരിച്ച് മാത്രമാണ് നമ്മൾ പേഷ്യൻസിന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട ചികിത്സകൾ കൊടുക്കുന്നത്. അതാണ് ട്രയേജ് എന്ന പ്രോസസ്സ് പറയുന്നത്. ഇനി ഈ ട്രയേജ് അനുസരിച്ച് നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആരാണ് അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ആരാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പൊ അതിനെങ്ങനെ കാറ്റഗറൈസ് ചെയ്യും? അപ്പോൾ ട്രയേജ് അനുസരിച്ച് പേഷ്യൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ കാറ്റഗറി 4 എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. കാറ്റഗറി 1, 2, 3, 4. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഓക്കെ, ഫസ്റ്റ് കാറ്റഗറി 1 എന്താണ്? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. ഫസ്റ്റ് കാറ്റഗറി 1 അതിൽ എന്തൊക്കെയാണ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റിൽ വരുന്നത്? അതായത് അപ്രോക്സിമേറ്റ്ലി 20% ചാൻസസ് ഉള്ളത്. പ്രയോറിറ്റി 1 കൊടുക്കേണ്ടത് ആർക്കൊക്കെയാണ്? സിവിയർ ബ്ലീഡിംഗ് ഉള്ളവര്, ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ്, ഹൈപ്പോവോളമിക് ഷോക്ക്, extremity severely injured, facial burns to upper respiratory tract. നമുക്ക് നോക്കാം. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഫസ്റ്റ് എന്താണ്? സിവിയർ ബ്ലീഡിംഗ് ഉള്ളവരെ അല്ലെ. സിവിയർ ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസ്. അതേപോലെ തന്നെ എന്താണ്? ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ശ്വാസനാളത്തിലെ ശ്വാസോച്ഛ്വാസം തടസ്സപ്പെടുന്ന പ്രക്രിയ, ഒരു പ്രോസസ് ആണ് എന്ത്? ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത്തരം സിറ്റുവേഷൻസിലൊക്കെ എന്താണ് നമ്മൾ എമർജൻസി കെയർ കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂമോതൊറാക്സ്. എന്താണ് ന്യൂമോതൊറാക്സ്? നമ്മളുടെ ഹൃദയത്തിന്റെ ഫ്ലൂറൽ സ്പേസിൽ, അതായത് ഫ്ലൂറൽ അറയില് എയർ തിങ്ങി നിൽക്കുന്നത്, ഈ വായു തിങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്താ? ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ഫ്ലൂറൽ അറയില് എന്താണ്? എയർ തങ്ങി നിൽക്കുന്ന, ഓക്കെ, ലങ്സില് എയർ തങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്താ? ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതെന്താണ്? ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അവിടെയും എന്താണ്? ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഹീമോതൊറാക്സ് എന്തായിരിക്കും? അപ്പോ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് നമ്മൾ എയർ തിങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ,
അപ്പൊ ഹീമോതൊറാക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ വരുന്നത്? ഹീമോതൊറാക്സ് എന്തിന്റെ സിറ്റുവേഷൻ ആയിരിക്കും? എന്തായിരിക്കും നിൽക്കുന്നത്? ബ്ലഡ് അല്ലേ? യെസ്. എങ്ങനെയായിരിക്കും? എന്ത് സിറ്റുവേഷൻ ആണത്? അതായത് നമ്മുടെ ഇതേപോലെ തന്നെ പ്ലൂറൽ സ്പേസസിൽ രക്തം അടിഞ്ഞുകൂടുന്ന ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്താ? ഹീമോതൊറാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ പ്ലൂറൽ സ്പേസസിൽ പ്രത്യേകിച്ച് ചെസ്റ്റ് വാളിനും ലങ്സിനും ഇടയിലായിട്ട്, ചെസ്റ്റിന്റെ വാളിലും ലങ്സിനും ഇടയിലായിട്ട് പ്ലൂറൽ ക്യാവിറ്റിയില് ബ്ലഡ് തങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് എന്താ? ഹീമോതൊറാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിക്ചറിൽ കണ്ടാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്. ശരിക്കും നമ്മൾ എക്സ്റേ ഒക്കെ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ എന്താണ് മറ്റു തരത്തിലുള്ള ഇറിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും, സിംറ്റംസ് ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക. ഓക്കെ, ഗുരുതരമായിട്ടുള്ള രണ്ട് സിറ്റുവേഷൻസ് ആണ് അപ്പൊ എന്താ? ന്യൂമോതൊറാക്സും ഹീമോതൊറാക്സും. ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് അവിടെ വായുവാണ് തങ്ങി നിൽക്കുന്നത്, ലെയർ ആണ് അവിടെ തങ്ങി നിൽക്കുന്നത്. ഇവിടെ എന്താണ്? ഹീമോതൊറാക്സ് എന്ന് പറയുന്നത് ബ്ലഡ് അവിടെ ബ്ലഡിന്റെ ശേഖരണമാണ് അവിടെ വരുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ ഹീമോതൊറാക്സ് എന്താണെന്ന്? പ്ലൂറൽ സ്പേസസില് രക്തം ശേഖരിക്കുന്ന ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ് ഹീമോതൊറാക്സ്. ഓർത്ത് വെക്കാട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഹൈപ്പോവോളമിക് ഷോക്ക്. ഹൈപ്പോവോളമിക് ഷോക്ക് എന്താണ്? ഹൈപ്പോവോളമിക് ഷോക്ക് എന്ന് പറയുന്നത് ചെറിയ ഡിസാസ്റ്റർ ഒക്കെ സംഭവിച്ചതിന് ശേഷം ചില പേഷ്യൻസിന് എന്താണ്? കഠിനമായിട്ടുള്ള നിർജ്ജലീകരണം മൂലം, അതായത് നമ്മുടെ ഡീഹൈഡ്രേഷൻ മൂലം അല്ലെങ്കിൽ അമിതമായിട്ട് രക്തം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആണ് എന്ത്? ഹൈപ്പോവോളമിക് ഷോക്ക് എന്ന് പറയുന്നത്. ലോസ് എന്ന് പറയുന്നത് അല്ലെ? ബ്ലഡ് ലോസ് ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ്? ഡീഹൈഡ്രേഷൻ മൂലം ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഹൈപ്പോവോളമിക് ഷോക്ക്, അല്ലെങ്കിൽ അമിതമായ രക്തനഷ്ടം മൂലം ഉണ്ടാകുന്ന, അതായത് രക്തത്തിന്റെ അപര്യാപ്തത, രക്തത്തിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇത് ഹൈപ്പോവോളമിക് ഷോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? Then extremity severely injured. Extremity severely injured എന്താണ്? Extremity severely injured എന്ന് പറയുന്നത് പറയാലോ? എങ്ങനെയുള്ള ഇഞ്ചുറി ആണ് ഇവിടെ പറയുന്നത്? യെസ്, അതായത് അമിതമായിട്ടുള്ള മുറിവുകൾ അല്ലെ, അഗാധമായിട്ടുള്ള മുറിവുകൾ സംഭവിച്ച പേഷ്യൻസ് അല്ലെ, ഇൻജുവേർഡ് ആയിട്ടുള്ളവര് അത്തരം സിറ്റുവേഷൻസിൽ അല്ലെ, ചിലപ്പോ കൈകാലുകൾ വിച്ഛേദിച്ചതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആഘാതത്തിലുള്ള മുറിവുകളാവാം അല്ലെ. ഓക്കെ, ഫേഷ്യൽ ബേൺസ് എന്താണ്? ഫേഷ്യൽ ബേൺസ് ഇൻ കേസ് ഡിസാസ്റ്റർ മൂലം എന്തെങ്കിലും എക്സ്പ്ലോഷൻ ഒക്കെ ഉണ്ടായി പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ എന്താണ്? ബേൺ സംഭവിക്കാനുള്ള, പൊള്ളലേൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെ, പ്രത്യേകിച്ച് ഫേഷ്യൽ ബേൺസസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതും ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കാറ്റഗറിയാണ്. ദെൻ അടുത്തത് ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. എന്താണ് ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്? ഒരു ശ്വാസകോശ അണുബാധ മൂലം സംഭവിക്കുന്നതാണ് അല്ലെ, അതായത് ഇൻഫെക്ഷൻ അഫക്റ്റഡ് നമ്മുടെ നോസ്, ത്രോട്ട് തുടങ്ങിയവിടെ അല്ലെങ്കിൽ എയർവേസസിനൊക്കെ എന്താണ്? അതായത് എന്തെങ്കിലും തരത്തിൽ ലിക്വിഡ്സുകളോ ഇലക്ട്രിസിറ്റി മൂലമോ ഒക്കെ എന്തെങ്കിലും പൊള്ളലുകൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് എന്തിനെയാണ്? അതൊരു കോമൺ വൈറൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഇതൊരു കോമൺ വൈറൽ ഇൻഫെക്ഷൻ ആണ്. നമ്മുടെ നോസ്, ത്രോട്ട്, എയർവേസിനൊക്കെ എന്താണ്? അതിനൊക്കെ അഫക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ലിക്വിഡ്സോ കെമിക്കൽസോ മറ്റെന്തെങ്കിലും ഇലക്ട്രിക്കൽസ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ മൂലം ബേൺസ് സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ കാറ്റഗറി 1 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ട്രയേജ് ചെയ്യുമ്പോൾ ഒരു പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ആണ് കുറച്ചുകൂടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ഒന്ന് പ്രയോറിറ്റി കൊടുക്കേണ്ടത്?
ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സിവിയർ ബ്ലീഡിംഗ്, ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, എന്താണ് ശ്വാസനാളത്തിൽ ശ്വാസോച്ഛ്വാസം തടസ്സപ്പെടുന്ന സിറ്റുവേഷൻ ആണത്. ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പ്ലൂറൽ സ്പേസസിൽ വായു തിങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ. ഹീമോതൊറാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലൂറൽ കാവിറ്റിയില് രക്തം അടിഞ്ഞു കൂടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അടുത്തത് എന്താണ്, ഹൈപ്പോവോളമിക് ഷോക്ക് എന്ന് പറഞ്ഞത് അമിതമായിട്ടുള്ള രക്തം നഷ്ടം മൂലം ഉണ്ടാകുന്ന സിറ്റുവേഷൻ. പിന്നെ സിവിയർലി ഇഞ്ചേർഡ്, എക്സ്ട്രീമിറ്റി സിവിയർലി ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസുകള്, ഫേഷ്യൽ ബേണുകള്, അതോടൊപ്പം തന്നെ എന്താണ് ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. ഇതെല്ലാം തന്നെ ട്രയേജിന്റെ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആർക്കായിരിക്കും ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്? ഈ കാറ്റഗറി 1ലുള്ള പേഷ്യൻസിനായിരിക്കും നമ്മൾ ഫസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി കാറ്റഗറി 2 എന്ന് പറയുന്നത് ഡിലൈഡ് ട്രീറ്റ്മെന്റ് ആണ്. കാറ്റഗറി 2 എന്ന് പറയുന്നത് ഡിലൈഡ് ട്രീറ്റ്മെന്റ് ആണ്. അതായത് അപ്രോക്സിമേറ്റ്ലി 40% ചാൻസസ് ഉള്ള പേഷ്യൻസ് അല്ലെ. പ്രയോറിറ്റി 2 ആണത്. കാറ്റഗറി 2ല് ഡിലൈഡ് ട്രീറ്റ്മെന്റ്. ഡിലൈഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കുറച്ച് ഡിലേ ചെയ്ത് കൊടുത്താലും മതിയാവുന്ന പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ അത് ഏതൊക്കെ വരുന്നുണ്ട്? ഫ്രാക്ചേഴ്സ്, ഡിസ്ലൊക്കേഷൻ, അബ്ഡോമൻ ഇഞ്ചുറീസ് ടു അബ്ഡോമൻ, thorax, urogenital tract, skull, brain, 2 and 3 degree burns. Fractures നോക്കാം. ഫ്രാക്ചേഴ്സ് എന്തൊക്കെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള ഒടിവുകള് അല്ലെ, ഒടിവ്, ചെറുവ് മുതലായ ഫ്രാക്ചറുകള്. ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ലൊക്കേറ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയ സമയത്ത് കൈകാലുകളിൽ എന്തെങ്കിലും ഡിസ്ലൊക്കേഷൻ സംഭവിച്ചു എന്ന് നമ്മൾ പറയാറില്ല. എന്താണ് ഡിസ്ലൊക്കേഷൻ? തെന്നി മാറുന്നത്. എന്ത് തെന്നി മാറുന്നതാണ്? എല്ലുകൾ അല്ലെ, എല്ലുകൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുന്നതാണ്, സ്ഥാനമാറ്റം സംഭവിക്കുന്നതാണ് എന്താ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then abdomen injuries to abdomen. Abdomen injuries എന്താണ്? Abdomen injuries, abdomen stomachil ഉണ്ടാകുന്ന ഇഞ്ചുറീസ്. then thorax എന്താണ്? ചെസ്റ്റിന്റെ ഭാഗം അല്ലെ, ചെസ്റ്റിന്റെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസ്, ഡിഫിക്കൽട്ടീസുകൾ. then urogenital tract എന്തുമായി ബന്ധപ്പെട്ട്? നമ്മുടെ യൂറിനറി സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ന്യൂറോ അല്ല, ന്യൂറോ, നെർവസ് അല്ല. യൂറോജെനിറ്റൽ ട്രാക്ട് എന്ന് പറയുന്നത് യൂറിനറി സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ കിഡ്നി സിസ്റ്റം അല്ലെങ്കിൽ മൂത്രാശയം, ബ്ലാഡറൊക്കെയുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? യൂറോജെനിറ്റൽ ട്രാക്ട് എന്ന് പറയുന്നത്. അതിലുണ്ടാകുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. then skull എന്താണ്? സ്കൾ നമ്മളിപ്പോ എന്തെങ്കിലും ഈ ആക്സിഡന്റ് ഒക്കെ വരുമ്പോ ചിലപ്പോ തലയടിച്ചൊക്കെ വീഴുന്ന സമയത്ത് നമുക്ക് ഈ തലയോട്ടിയുടെ ഭാഗത്തായിട്ട് പെയിൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ. ഉള്ളിൽ തന്നെ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ വീണിടത്ത് നമുക്ക് നന്നായിട്ട് വേദന ഉണ്ടാവും അല്ലെ. തലയുടെ പിൻഭാഗത്തായിട്ട്, തലയോട്ടിയുടെ ഒരു ഭാഗത്തായിട്ടൊക്കെ ഉള്ള ചെറിയ ചെറിയ പെയിൻസ് നമുക്കറിയാം, സീരിയസ് കണ്ടീഷൻ അല്ലാത്ത രീതിയിലുള്ള. ഓക്കെ, then ബ്രെയിൻ ശരിക്കും എവിടെയാണ് വരേണ്ടത്? ബ്രെയിൻ എന്തെങ്കിലും സംഭവിക്കുന്നത് ഏത് കാറ്റഗറിയിൽ വരണം? ബ്രെയിനിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോ ഫസ്റ്റ് കാറ്റഗറിയിലല്ലേ വരേണ്ടത്. അപ്പൊ അത് വെട്ടിയാൽ അവിടെ കേട്ടോ, കാറ്റഗറി 1ലേക്ക് മാറ്റാം. ബ്രെയിൻ എന്നുള്ളത് കാറ്റഗറി 1ലേക്ക് മാറ്റാം. ബ്രെയിനിൽ എന്തെങ്കിലും സംഭവിച്ചെന്നാല് ആള് മരണപ്പെടാനുള്ള കാരണമായേക്കാം, അല്ലെങ്കിൽ ഒരു അബോധാവസ്ഥയിലേക്ക് പോകേണ്ട സിറ്റുവേഷൻസ് വരെ ആകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഓക്കെ, അതേപോലെ ഇന്റേണൽസ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിലോ എന്താണ് പേഷ്യൻസ് ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ലീഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അടുത്തത് എന്താണ്? 2 and 3 degree burns. 2 and 3 degree burns എന്ന് പറഞ്ഞ എന്താണ്? അത് സിവിയറിറ്റി ഓഫ് ദ ബേൺ ഇഞ്ചുറി ആണ് നമ്മൾ നോക്കുന്നത്. അതായത്
2 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഔട്ടർ ലെയർ ഉണ്ട്, അതേപോലെ തന്നെ അണ്ടർലൈനിങ് ലെയർ ഉണ്ട്. നമ്മുടെ സ്കിന്നിന് ഔട്ടർ ലെയർ ഉണ്ട്, അണ്ടർലൈനിങ് ലെയർ ഉണ്ട്. അപ്പോ 2 ഡിഗ്രി എന്ന് പറയുമ്പോൾ അധികം അമിതമായിട്ടുള്ള ഒരു പൊള്ളലുകളല്ല. പക്ഷെ 3 ഡിഗ്രി ബേൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ലെയറുകളും, സ്കിന്നിന്റെ എല്ലാ ലെയറുകളും ഡിസ്ട്രോയ് ചെയ്യുന്ന പൊള്ളലാണ് 3 ഡിഗ്രി ബേൺസ് എന്ന് പറയുന്നത്. അതായത് 2 ഡിഗ്രി ബേൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഔട്ടർ ലെയറിനോ അല്ലെങ്കിൽ ഇന്നർ ലെയറിനോ ഒക്കെ എന്തെങ്കിലും തരത്തിൽ ചെറിയ പൊള്ളലുകൾ ഏൽക്കുന്നതാണ്. പക്ഷെ 3 ഡിഗ്രി ബേൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കുള്ള സ്കിന്നിലുള്ള എല്ലാ ലെയേഴ്സും നശിക്കപ്പെടുന്ന രീതിയിലുള്ള, പൊള്ളി പോകുന്ന രീതിയിലുള്ള പൊള്ളലാണ് 3 ഡിഗ്രി ബേൺസ്. അതായത് 3 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത്ര ആഴത്തിലുള്ള പൊള്ളൽ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 3 ഡിഗ്രി ബേൺസ് എന്താണ്? ഡിസ്ട്രോയ് ഓൾ ലെയേഴ്സ് ഓഫ് ദ സ്കിൻ. ഓക്കെ, ക്ലിയർ? പേജ് പറഞ്ഞു കൊടുത്തിടൂ എത്രയാണെന്ന്. പേജ് നമ്പർ 67. കാറ്റഗറി 2 വരുന്ന കേസസ് ഡിലൈഡ് ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. പ്രയോറിറ്റി 2 വരുന്നത് എന്തൊക്കെയാണ്? ഫ്രാക്ചേഴ്സ്, ഡിസ്ലൊക്കേഷൻ, അബ്ഡോമൻ ഇഞ്ചുറീസ് ടു അബ്ഡോമൻ, തൊറാക്സ്, യൂറോജെനിറ്റൽ ട്രാക്ട്, സ്കള്ള്, 2 and 3 ഡിഗ്രി ബേൺസ്. ഓക്കെ, കാറ്റഗറി 2 ക്ലിയർ ആണോ? കാറ്റഗറി 2 ക്ലിയർ ആണോ? യെസ്. ഞാൻ കാറ്റഗറി 3 നോക്കാം. നമ്മള് പേഷ്യൻസിന് ട്രയേജ് അനുസരിച്ചിട്ട് ട്രയേജ് ചെയ്യുന്ന പ്രോസസ്സുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാറ്റഗറി 3 മിനിമൽ ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. മിനിമൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നോർമൽ ട്രീറ്റ്മെന്റ്സ് കൊടുക്കാൻ പറ്റുന്ന കേസസുകളാണ് അല്ലെ. അപ്രോക്സിമേറ്റ്ലി 40% ആണ് അവിടെ. പ്രയോറിറ്റി 3 ഇതൊക്കെയാണ്. കാറ്റഗറി 3 വരുന്ന കേസസ് എന്ന് പറയുന്നത് മൈനർ വുഡ്സ്, സ്മോൾ ഫ്രാക്ചർ, സ്പ്രെയിൻ. മൈനർ വുഡ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ പരിക്കുകള്, അതേപോലെ തന്നെ സ്മോൾ ഫ്രാക്ചർ ചെറിയ രീതിയിലുള്ള ചെറിയ സ്ക്രാച്ച് അല്ലെങ്കിൽ ഒടിവുകളിൽ, ചെറിയ ഒടിവുകള് കൈകാലുകളിൽ സംഭവിക്കുന്നത്. സ്പ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഉളുക്ക് എന്ന് പറയില്ലേ, നമ്മള് കാലുളുങ്ങി എന്നൊക്കെ പറയില്ലേ, ഉളുക്ക്, സ്പ്രെയിൻ. കേട്ടിട്ടില്ലേ നിങ്ങൾ? കാലുളുങ്ങി, കൈ ഉളുങ്ങി എന്നൊക്കെ പറയാറില്ലേ? നിങ്ങളുടെ നാട്ടില് വേറെ എന്തെങ്കിലും പേരാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ തന്നെയാണോ? ഓക്കെ, യെസ്. ഓക്കെ, അടുത്തത് കാറ്റഗറി 4 എന്താണ്? എക്സ്പെക്റ്റഡ് ട്രീറ്റ്മെന്റ്. എക്സ്പെക്റ്റഡ് ട്രീറ്റ്മെന്റ് എന്താണ്? Dying or injured with no chance of survival. Dying or injured with no chances of സർവൈവൽ. അതായത് അതിജീവിക്കാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവില്ലേ, അതായത് ഒട്ടും സർവൈവ് ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത കാറ്റഗറിയാണ് കാറ്റഗറി 4 എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. നമുക്കൊന്നുകൂടി നോക്കാം. ട്രയേജ് അനുസരിച്ച് നമ്മൾ പേഷ്യൻസിനെ 4 രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. കാറ്റഗറി 1 എന്താണ്? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കേസസ് ആണ്. സിവിയർ ബ്ലീഡിങ് മുതൽ ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് വരെയുള്ള കേസുകളാണ് നമ്മൾ നോക്കുന്നത്. കാറ്റഗറി 2 എന്താണ്? ഡിലൈഡ് ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. പ്രയോറിറ്റി 2 ആണ്. ഇങ്ങനെയുള്ള കേസസ് ആണ് ഫ്രാക്ചേഴ്സ് മുതൽ 2 and 3 ഡിഗ്രി ബേൺസ് വരെ. കാറ്റഗറി 3 എന്ന് പറയുന്നത് എന്താണ്? മിനിമൽ ട്രീറ്റ്മെന്റ്സ് ആണ് അല്ലെ. പ്രയോറിറ്റി 3 ആണ് മൈനർ വുഡ്സ്, സ്മോൾ ഫ്രാക്ചേഴ്സ് ആൻഡ് സ്പ്രെയിൻ. കാറ്റഗറി 4 എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്റ്റഡ് ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. അവിടെ എങ്ങനെയുള്ള കേസസ് ആണ്? ഡൈയിങ് ഓർ ഇൻജോർഡ് വിത്ത് നോ ചാൻസ് ഓഫ് സർവൈവൽ. അല്ലെങ്കിൽ എന്താണ്? അതിജീവിക്കാൻ സാധ്യതയില്ലാത്ത കേസസുകളാണ് ഇതിൽ വരുന്നത്, കാറ്റഗറി 4 വരുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? നമ്മുടെ ക്ലാസ്സിലെ ഏകദേശം ഒരു 39-38 ക്ലാസ് സ്റ്റുഡൻസ് ഇപ്പൊ ക്ലാസ്സിലുണ്ട്. പക്ഷെ എന്ത് ചോദിച്ചാലും 1-2 പേരോ ഒരു yes or no പറയാതെ
വേറൊരാളും ഒന്നും പറയില്ല. ഓക്കെ, യെസ്. നമ്മുടെ ക്ലാസ്സല്ലേ, നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ യെസ്സോ അല്ലെങ്കിൽ മനസ്സിലായി ടീച്ചറെ, ക്ലിയർ, യെസ്. കുറച്ച് പേര് ഡെയിലി പറയുന്ന പേര് എനിക്കറിയാം, അല്ലാത്ത എത്രയോ പേരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഒരാളും ഇല്ല. നമ്മുടെ ക്ലാസ്സിൽ കുട്ടിക്കൂടെ ഇത്രേ ഉള്ളൂ കേട്ടോ. ടാഗിങ്. ഇനി നമ്മൾ പേഷ്യൻസിനെ ഇപ്പൊ നമ്മൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് കാറ്റഗറി ചെയ്യുന്നത് ട്രയേജ് അനുസരിച്ചിട്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നതാണ് ടാഗ് ചെയ്യുന്നത്. ടാഗ് ചെയ്യുന്നത് എങ്ങനെയാണ്? കളർ കോഡിലാണ് നമ്മൾ ടാഗ് ചെയ്യുന്നത് അല്ലെ പേഷ്യൻസിനെ. നമുക്ക് നോക്കാം. പ്രയോറിറ്റി ഫോർ റിമൂവിംഗ് പേഷ്യന്റ് ഫ്രം ഡിസാസ്റ്റർ സൈറ്റ്. ഓക്കെ, അപ്പൊ പേഷ്യൻസിനെ നമ്മൾ ഡിസാസ്റ്റർ സൈറ്റിൽ നിന്ന് മാറ്റം ചെയ്യുന്നത് ഈ ടാഗ് അനുസരിച്ചിട്ടാണ്. അപ്പൊ ക്രിട്ടിക്കലി പേഷ്യൻസിന് ഏത് ടാഗാണ് നമ്മൾ കൊടുക്കുന്നത്? ഫസ്റ്റ് റെഡ് ടാഗ് ആണ് അല്ലെ. ക്രിട്ടിക്കലുള്ള പേഷ്യൻസിന് നമ്മൾ റെഡ് ടാഗ് ആണ് കൊടുക്കുന്നത്. അർജന്റ് ആയിട്ടുള്ള പേഷ്യൻസിന് എന്താണ്? യെല്ലോ ടാഗ് സെക്കൻഡ് അല്ലെ. അർജന്റ് ആയിട്ടുള്ള പേഷ്യൻസിന് യെല്ലോ ടാഗ്. വാക്കിംഗ് വുഡഡ് ഗ്രീൻ ടാഗ് തേർഡ് പൊസിഷൻ ആണ് അല്ലെ. വാക്കിംഗ് വുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിക്കേറ്റവര് നടക്കാൻ പറ്റുന്ന പേഷ്യൻസ് ഉണ്ടാവും അല്ലെ. പരിക്കേറ്റിട്ടും നടക്കാൻ പറ്റുന്ന പേഷ്യൻസ്, അവർക്ക് ഗ്രീൻ ടാഗ്. ഡെഡ് ആൻഡ് ഡൈയിങ് എന്താണ്? ബ്ലാക്ക് ടാഗ് ലാസ്റ്റ് അല്ലെ. മരിച്ചിരിക്കുന്ന പേഷ്യന്റിന് എന്താണ്? ഡെഡ് അല്ലെങ്കിൽ മരണത്തിലേക്ക് മരിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിലും എന്താണ്? നമ്മുടെ ബ്ലാക്ക് ടാഗ് ആയിരിക്കും അവർക്ക് നോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 4 രീതിയിലുള്ള കളർ കോഡാണ് വരുന്നത്. ക്രിട്ടിക്കൽ പേഷ്യൻസിന് റെഡ്, അർജന്റ് പേഷ്യൻസിന് യെല്ലോ, വാക്കിംഗ് വുഡഡിന് ഗ്രീൻ ആൻഡ് റെഡിന് ബ്ലാക്ക് ടാഗ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് സ്റ്റാർട്ട് എന്ന പ്രോസസ്സാണ്. അപ്പൊ നമ്മളെ പേഷ്യൻസിന് ഇവിടെ നോക്കിയേ, നമ്മൾ ഇത്രയും കേസസുകൾ, ഇത്രയും വന്ന കേസസിലുള്ള എല്ലാ പേഷ്യൻസിനെയും നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, കാറ്റഗറി 1, 2, 3, 4 തുടങ്ങിയുള്ള എല്ലാ പേഷ്യൻസിനും നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് എന്ന ഒരു പ്രോസസ്സാണ് നടത്തുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ വിചാരിക്കട്ടെ, ഈ പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് ചികിത്സ കൊടുക്കുന്നത്? അതിൽ എന്താണ് സ്റ്റാർട്ട്? സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് അതൊരു മെത്തേഡ് ആണ് കേട്ടോ. അതെങ്ങനെയാണ്? ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ക്വിക്കലി recognizing victims who have immediately life threatening injuries and who have the best chance of surviving. ഈ സ്റ്റാർട്ട് എന്ന പ്രൊസീജിയർ എന്താണ്? എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ, അതായത് ലൈഫ് ത്രെട്ടണിങ് ഇഞ്ചുറീസ് ഉള്ള പേഷ്യൻസിനെ എത്രയും പെട്ടെന്ന് സേവ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ബെസ്റ്റ് ചാൻസ് ഉള്ള പേഷ്യൻസിനെ. സ്റ്റാർട്ടിന്റെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്ന് അണ്ടർലൈൻ ചെയ്യാം. അത് ഇമ്പോർട്ടന്റ് ആണ്. ട്രയേജിൽ ഈ കാറ്റഗറീസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാറ്റഗറി 1 ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്, കാറ്റഗറി 2 ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എനിക്ക് വരുന്നുണ്ട്. കാരണം നമ്മളുടെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഫുഡൊക്കെ ഡൈജസ്റ്റ് ആവുന്ന ഒരു സമയമാണ് അല്ലെ. അപ്പൊ ഒരു ചെറിയ രീതിയിൽ നമുക്കൊരു മയക്കം വരും. ഓക്കെ, യെസ്. സ്റ്റാർട്ട് ട്രീറ്റ്മെന്റ് അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ബെസ്റ്റ് ചാൻസ്, അതായത് ലൈഫിന് ഭീഷണിയായുള്ളവരെയും അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കുറച്ച് സാധ്യതയുള്ളവരെയും പെട്ടെന്ന് തന്നെ നമ്മൾ റിക്കവർ ആക്കാൻ നോക്കുന്ന അല്ലെങ്കിൽ ട്രീറ്റ് എടുക്കാൻ നോക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്, ഒരു പ്രോസസ് ആണ് എന്താ സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ സ്റ്റാർട്ട് to sort out victim in ambulatory and non-ambulatory by giving verbal instructions. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിനെ നമ്മൾ വിക്ടിംസ് ആയിട്ടുള്ള പേഷ്യൻസ് നമ്മൾ സോർട്ട് ചെയ്യും, ഡിവൈഡ് ചെയ്യും. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ആംബുലേറ്ററി പേഷ്യന്റ് എന്നും നോൺ ആംബുലേറ്ററി പേഷ്യന്റ് എന്നും. എന്താണ് ആംബുലേറ്ററി പേഷ്യന്റ് എന്ന് പറയുന്നത്? ആംബുലേറ്ററി പേഷ്യൻസ് എന്തായിരിക്കും? ആംബുലേറ്ററി. എമർജൻസി പേഷ്യൻസും നോൺ എമർജൻസി ആണ് അല്ലെ.
ക്രിട്ടിക്കൽ ആയിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ എന്താണ് നടക്കാൻ പറ്റുന്ന പേഷ്യൻസും ഉണ്ടാവും അല്ലെ, വലിയ കുഴപ്പമില്ലാത്ത നോൺ എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസും ഉണ്ടാവും. അങ്ങനെ ആ രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് അവർക്ക് വെർബൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ഓക്കെ, ദെൻ റെസിപ്രേഷൻ നോക്കും. അവരുടെ റെസിപ്രേഷൻ നോക്കുക എങ്ങനെയാണ് റെസിപ്രേഷൻ നോക്കുന്നത് ലെസ് ദാൻ 30 minutes അല്ലെ, അതായത് ശ്വസനം 30 ബീറ്റ്സിൽ താഴെയുള്ളവര് അല്ലെ, 30 ബീറ്റ്സിൽ താഴെയാണോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും അല്ലെ, ഹാർട്ട് ബീറ്റ്സ് കുറവാണോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. ദെൻ അതിനുശേഷം പെർഫ്യൂഷൻ നോക്കും. എന്താണ് പെർഫ്യൂഷൻ എന്ന് പറയുന്നത്? പെർഫ്യൂഷനിൽ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് പെർഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, പൾസ് റേറ്റ് നോക്കും അല്ലെ, നമ്മളിങ്ങനെ പൾസ് നോക്കും, പേഷ്യന്റിന് ഓക്കെ ആണോ, പൾസ് ഓക്കെ ആണോ, എത്ര മിനിറ്റിൽ കൃത്യമായിട്ട് പൾസ് അടിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ദെൻ ഒരു ക്യാപ്പിലർ റീഫിൽ ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ബ്ലാഞ്ച് ടെസ്റ്റ് ചെയ്യും. എന്താണ് ബ്ലാഞ്ച് ടെസ്റ്റ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ നെയിൽ ബെഡിലാണ് ചെയ്യുന്നത്. നമ്മുടെ നെയിൽ ബെഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കി ഉണ്ടോ, ഇതാണ് നമ്മുടെ നെയിൽ ബെഡ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഡോക്ടേഴ്സ് നമ്മുടെ നെയിൽ ഇങ്ങനെ ഈ അറ്റത്തായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കും. ഒരു 2 seconds ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വിട്ട് കഴിയുമ്പോ ഇവിടെ എന്ത് കളറാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്? എന്റെ കയ്യിൽ ഇപ്പൊ റെഡ് കളറാണ് കണ്ടത്. ഓക്കെ, റെഡ് കളർ ഉണ്ടെങ്കിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബ്ലഡ് ഫ്ലോ ഉണ്ട്. ഓക്കെ, വൈറ്റ് ആണെങ്കിലോ ബ്ലഡ് ഫ്ലോ ഇല്ലെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ബ്ലഡ് ഫ്ലോ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ആണ് എന്ത്, ക്യാപിറ്റൽ റീഫിൽ അല്ലെങ്കിൽ ബ്ലാഞ്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ 2 seconds ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് വൈറ്റ് ആണെങ്കിൽ ബ്ലഡ് ഇല്ല എന്നുള്ളത് അല്ലെ, നമ്മള് വിളർച്ച എന്നൊക്കെ പറയില്ലേ, നമ്മളിപ്പോ കണ്ണിൽ നോക്കിയിട്ടായാലും പറയും അല്ലെ. യെസ്, അപ്പൊ അതാണ് ബ്ലാഞ്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ എന്താണ് ബ്ലാഞ്ച് ടെസ്റ്റ്? ടെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ നെയിൽ ബെഡ്. നെയിൽ ബെഡ് എന്ന് പറയുന്നത് നമ്മുടെ നഖത്തിന്റെ ഈ ഒരു ഭാഗത്ത് 2 seconds നേരം അമർത്തി പിടിച്ചതിന് ശേഷം അത് വിട്ട് കഴിയുമ്പോൾ എന്താണ്, ഇവിടെ റെഡ് കളറിൽ ഉണ്ടെങ്കിൽ പേഷ്യന്റിന്റെ അകത്ത് പേഷ്യൻസിൽ എന്താണ് കൃത്യമായ രീതിയിൽ ബ്ലഡ് ഫ്ലോ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, യെസ്. അതിനുശേഷം എന്ത് നോക്കും? മെന്റൽ സ്റ്റാറ്റസ് നോക്കും. ഇവിടെ 4 എന്നാണ് കേട്ടോ നമ്പർ വരേണ്ടത്, തെറ്റാണ്, 4 എന്നാണ്. നോർമൽ പീപ്പിൾസിനും നോക്കാറുണ്ട് കേട്ടോ. അതാണ് ഇവിടെ 2 പേരെയും നോക്കുന്നുണ്ട്. നോക്കിയേ, ആംബുലേറ്ററി ആൻഡ് നോൺ ആംബുലേറ്ററി പേഷ്യൻസിന്റെ കാര്യം പറയുന്നില്ലേ, 2 പേർക്കും നോക്കും. ഓക്കെ, യെസ്. നോക്കിയതിനു ശേഷം മെന്റൽ സ്റ്റാറ്റസ് നോക്കും. മെന്റൽ സ്റ്റാറ്റസ് എന്താണ്, വട്ടുണ്ടോ എന്നാണോ? അല്ല അല്ലേ, എന്താണ് വെദർ ഷീ ഓർ ഷീ ക്യാൻ ഫ്ലോ കമാൻഡ്സ്. ഡോക്ടേഴ്സ് നിർദ്ദേശങ്ങൾ കൊടുക്കും അല്ലെ, നിർദ്ദേശമല്ല, നിങ്ങൾക്ക് കേൾക്കാമോ, പേരെന്താണ്, നിങ്ങളിപ്പോ എവിടെയാണോ, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്, കൈകളൊന്ന് ഉയർത്താമോ, ഒന്ന് തിരിഞ്ഞു കിടക്കാമോ അല്ലെ. എന്താണ് മെഹറൂറൈസ ചോദിക്കുന്നത്? ഒന്നുകൂടി പറയാനോ? എന്താണ്, എന്താ പറയാനാണോ? ഏയാ എന്ന് പറയുന്നത് റേഡിയൽ പൾസ്. പൾസ് ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ. ഓക്കെ, പെർഫ്യൂഷൻ എന്ന് പറയുന്നത് പൾസ് ചെക്ക് ചെയ്ത് നോക്കുക, പ്രസന്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. ദെൻ പ്രസന്റ് ആണെങ്കിലാണ് നമ്മൾ അടുത്ത ടെസ്റ്റ് ബ്ലാഞ്ച് ടെസ്റ്റ് ചെയ്യുന്നത്. ബ്ലാഞ്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെയിൽ ബെഡിൽ നമ്മൾ 2 seconds നേരം അമർത്തി പിടിച്ചതിന് ശേഷം ബ്ലഡ് ഫ്ലോ ഇവാലുവേറ്റ് ചെയ്യണം. റെഡ് കളർ ആണെങ്കിൽ ബ്ലഡ് ഫ്ലോ ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. വൈറ്റ് ആണെങ്കിൽ എന്താണ്, ബ്ലഡ് ഫ്ലോ ഇല്ലെന്നുള്ളത് തിരിച്ചറിയാം. അതിനുശേഷം മെന്റൽ സ്റ്റാറ്റസ് ഡോക്ടേഴ്സ് ചോദിക്കും, നിങ്ങളൊന്ന് തിരിഞ്ഞു കിടക്കാമോ, കൈകൾ ഉയർത്താമോ, പേരെന്താണ്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൾ കോൺഷ്യസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, യെസ്, മനസ്സിലായി. അതായത് പേഷ്യന്റിന്റെ മാനസിക നിലയാണ് നമ്മൾ അളക്കുന്നത്. നമ്മളോടും ചോദിക്കാറില്ല അങ്ങനെ എന്തെങ്കിലും വയ്യായിയൊക്കെ ചെയ്ത് നമ്മളിപ്പോ തലകറങ്ങിയൊക്കെ വീഴുന്ന സമയത്താണെങ്കിൽ. ഓക്കെ, അത് തന്നെ. യെസ്, ഇപ്പൊ സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് നമ്മൾ പേഷ്യൻസിനെ സോർട്ട് ചെയ്യും. ആംബുലേറ്ററിയിൽ നിന്ന് നോൺ ആംബുലേറ്ററിയിൽ നിന്ന് സോർട്ട് ചെയ്തതിനു ശേഷം റെസിപ്രേഷൻ നോക്കും അല്ലെ, ശ്വസനം 30 ബീറ്റ്സിന് താഴെയാണോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. പെർഫ്യൂഷൻ നോക്കും, റേഡിയൽ പൾസ് പ്രസന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെ ബ്ലാഞ്ച് ടെസ്റ്റ് ചെയ്ത് നോക്കും. അതിനുശേഷം മെന്റൽ സ്റ്റാറ്റസ് അളന്ന് നോക്കും. ഇത്രയും കാര്യങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അത് അത്രയും യെസ്. ഇനി സ്റ്റാർട്ട് എന്ന പ്രക്രിയ ആരംഭിക്കുകയാണ്. എന്താണ്, ഓപ്പൺ ദ എയർവേ. എയർവേ ഓപ്പൺ ചെയ്യുന്നു
അല്ലെ? എയർവേ ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ദ ബ്ലീഡിങ്. ബ്ലീഡിങ് ഉള്ളവരാണെങ്കിൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നു. Then elevate the legs for shock. തേർഡ് എന്താണ്? elevate the legs for shock എന്ന് പറഞ്ഞ എന്താണ്? നമ്മളിപ്പോ ഒരു പേഷ്യൻസ് വരുന്ന സമയത്ത് നമ്മള് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ കൈകാലുകളൊക്കെ നമ്മൾ ഉയർത്താറില്ലേ? അതായത് രക്തം കട്ട പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇപ്പൊ ഇൻ കേസ് എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസ് മറ്റു നമ്മൾ നോക്കിയിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല എന്നാണെങ്കിൽ എന്താണ്, നമ്മൾ കൈകാലുകളൊക്കെ ഒന്ന് ഉയർത്തി കൈയൊക്കെ എന്താണ് കൃത്യമായിട്ടൊന്ന് കൈയും കാലും ഉയർത്തി നോക്കും. അതായത് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഏതെങ്കിലും അവയവങ്ങൾ പ്രവർത്തിക്കാതിരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആകാനുള്ള സാധ്യതയുണ്ട്, കൃത്യമായിട്ട് ബ്ലഡ് ഫ്ലോ ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ. മനസ്സിലായോ? എലവേറ്റ് ലെഗ്സ് ഫോർ ഷോക്ക് എന്ന് പറയുന്നത് കാലുകൾ ഉയർത്തിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലഡ് ഫ്ലോ കൂടാൻ വേണ്ടിയിട്ടാണ്, രക്തയോട്ടം കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഈ ഒരു സ്റ്റാർട്ട് ട്രീറ്റ്മെന്റിൽ അത് ചെയ്യുന്നത്. കണ്ടിട്ടില്ലേ നിങ്ങൾ സിനിമയിലും വീഡിയോസിലൊക്കെ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, യെസ്. അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പൺ ദ എയർവേ, സ്റ്റോപ്പ് ദ ബ്ലീഡിങ്, എലവേറ്റ് ദ ലെഗ് ഫോർ ഷോക്ക്. അത്രയും വരെ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇനി ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സ്റ്റാർട്ട് ട്രയേജ് പ്രോസസ്സ് ഒരു ഫ്ലോ ചാർട്ടിൽ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ആ ഫ്ലോ ചാർട്ട് ഒന്ന് വായിച്ചു നോക്കിയേ. നോക്കിയോ? നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു ഫ്ലോ ചാർട്ടിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കണേ. ടീച്ചറിനെ അത് നോക്കിയിട്ട് ക്ലിയർ ആവുന്നില്ല, ഞാൻ എന്റെ ടെക്സ്റ്റിൽ നോക്കിയാണ് വായിക്കുന്നത്, നിങ്ങൾ PDF ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ട്രയേജ്. ഇഫ് പേഷ്യന്റ് ബ്രീത്തിങ്, ഇനി പേഷ്യന്റ് ബ്രീത്തിങ് ഉണ്ടെങ്കിൽ, പേഷ്യന്റ് ശ്വസിക്കുന്നുണ്ട് നോ എന്നാണെങ്കിൽ, നോക്കിയേ അങ്ങനെയാണ് ഇത് നോക്കേണ്ടത്. ശ്വസനമില്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പൺ പേഷ്യന്റ് എയർവേ ഇഫ് പേഷ്യന്റ് ബ്രീത്തിങ്. പേഷ്യന്റിന്റെ എയർവേ എന്ത് ചെയ്യും? നമ്മള് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തതിനു ശേഷം ബ്രീത്തിങ് ഇല്ലെന്നാണെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഡെഡ് ഓർ ഡൈയിങ് ആണ്. ഓക്കെ, മനസ്സിലായത്? അതായത് പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ട് ഇല്ലെന്നാണെങ്കിൽ നമ്മൾ എന്താണ്? എയർവേ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തതിനു ശേഷം എന്താണ്? നോ എന്നാണെങ്കിൽ ആള് ഡെഡ് ആയിട്ടുണ്ട്. ഇനി എയർവേ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ രീതിയിൽ ബ്രീത്തിങ് കാണുകയാണെങ്കിൽ എന്താണ് നമ്മൾ എന്ത് ചെയ്യണം? യെസ് എന്നാണെങ്കിലോ എന്താണ് ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം. ഉണ്ടോ? ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാം. ഓക്കെ, അത്രയും ഭാഗം ക്ലിയർ ആണോ?
ഈ സെക്ഷൻ ക്ലിയർ അല്ലേ? ആ ഇനി പേഷ്യന്റ് ബ്രീത്തിങ് ഉണ്ട് യെസ് ആണെങ്കിലോ? യെസ് എന്ന് പറയുമ്പോ അവിടെ രണ്ട് കാര്യങ്ങൾ പിന്നെയും വരുന്നുണ്ട്. ലെസ് ദാൻ 30 breaths per minute, അതായത് 30 ബീറ്റ്സില് കൂടുതലാണെങ്കിൽ എന്താണ്, കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കണം അല്ലെ. ഇനി ബ്രീത്തിങ് നോർമലി ആണെങ്കിലോ 30 ബീറ്റ്സില് നോർമൽ ആണെങ്കിൽ എന്താ എന്ത് ചെയ്യണം? നമ്മള് റേഡിയൽ പൾസ് പ്രസന്റ് ആണോ എന്ന് നോക്കണം അല്ലെ. റേഡിയൽ പൾസ് പ്രസന്റ് ആണോ ഇത് നോക്കണം. പൾസ് ഇല്ലെങ്കിൽ, റേഡിയൽ പൾസ് പ്രസന്റ് അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ബ്ലീഡിങ് കൺട്രോൾ ചെയ്യണം. നോ എന്നാണെങ്കിൽ കൺട്രോൾ ബ്ലീഡിങ് ആൻഡ് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം. ഓക്കെ. ഇനി യെസ് എന്നാണെങ്കിലോ, റേഡിയൽ പൾസ് പ്രസന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ആക്സസ് മെന്റൽ സ്റ്റാറ്റസ് ആൻഡ് can patient follow commands. എന്താണ് പറയുന്നത്? പേഷ്യന്റിന്റെ മെന്റൽ സ്റ്റാറ്റസ് നോക്കണം. അതായത് നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പേഷ്യന്റ് ഫോളോ ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ മെന്റൽ സ്റ്റാറ്റസ് അളക്കുന്നത് ഓക്കെ ആണോ, തിരിഞ്ഞു കിടക്കാമോ, കാലുകൾ ഉയർത്താമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. ദെൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഇല്ലെന്നാണെങ്കിൽ എന്താണ്? നോ എന്നാണെങ്കിൽ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം അല്ലെ. ദെൻ കമാൻഡ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലോ, യെസ് എന്നാണെങ്കിലോ ആൾക്ക് നമ്മൾ ഡിലേഡ് കെയർ കൊടുത്താലും മതി. അതായത് നമ്മൾ കുറച്ച് വൈകിയാണെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുത്താലും മതിയാകും. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ബ്രീത്തിങ് കുറവാണെങ്കിൽ അല്ലെ, 30 ബീറ്റ്സിൽ കുറവാണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം. കൂടുതലാണെങ്കിലോ റേഡിയൽ പൾസ് പ്രസന്റ് ആണോ എന്ന് നോക്കും. പൾസ് പ്രസന്റ് അല്ലെങ്കിൽ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാം, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാം. പൾസ് പ്രസന്റ് ആണെങ്കിൽ എന്താണ്? പേഷ്യന്റിന്റെ മെന്റൽ സ്റ്റാറ്റസ് നമ്മള് അതിൽ പേഷ്യൻസിന് പറയുന്ന കമാൻഡ് പേഷ്യൻസ് കേൾക്കുന്നുണ്ടോ, കോൺഷ്യസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. കോൺഷ്യസ് അല്ലെങ്കിൽ എന്താണ്? നോ എന്നാണെങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക. കോൺഷ്യസ് ആണെങ്കിൽ എന്താണ്? ഡിലേഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്താലും മതിയാകും. ഇതാണ് സ്റ്റാർട്ട് ട്രയേജ് എന്ന പ്രക്രിയ. മനസ്സിലായോ നിങ്ങൾക്ക്? വളരെ ക്ലിയർ ആണോ? ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ? വെറുതെ എസ് പറയണ്ട. ക്ലിയർ ആണോ? ആ ഓക്കെ, യെസ്. അങ്ങനെ നമ്മുടെ ഡിസാസ്റ്റർ ഘട്ടം അവസാനിച്ചു അല്ലെ. ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുത്തതിന് ശേഷമുള്ള എല്ലാ ഘട്ടങ്ങളും അവസാനിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ലാസ്റ്റ് ഭാഗമാണ് അല്ലെ. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ലാസ്റ്റ് ഭാഗമാണ് ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡുകൾ. നമ്മൾ പറഞ്ഞല്ലേ ഓരോ സിറ്റുവേഷനും ഓരോ കോഡുകളാണെന്ന് പറഞ്ഞു. ഒന്നുകൂടി പറയണോ സഫല? ഒന്നുകൂടി പറയാട്ടോ. ആദ്യം മുതലേ പറയണോ? സ്റ്റാർട്ടഡ് റൈസ് ടീച്ചർ ഒന്നുകൂടി പറയണം കേട്ടോ. ഒന്നും കൂടി ശ്രദ്ധിച്ചിരുന്നേ നിങ്ങള്. ശ്രദ്ധിച്ചു ശ്രദ്ധിക്കണേ. ഒരു പേഷ്യന്റിന് ബ്രീത്തിങ് ഉണ്ടെങ്കിൽ, ഇല്ല എന്നാണെങ്കിൽ എന്താണ്? ആളുടെ എയർവേ നമ്മൾ ഓപ്പൺ ചെയ്യും. എയർവേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നോ എന്നാണെങ്കിൽ പേഷ്യന്റ് ഡെഡ് ആണ്. ഇപ്പൊ എയർവേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബ്രീത്തിങ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആൾക്ക് കെയർ കൊടുക്കുക. യെസ് എന്നാണെങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക. ഇനി പേഷ്യന്റ് ബ്രീത്തിങ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താണ്? എത്ര ബീറ്റ്സിൽ മുകളിലാണ്, എത്ര ബീറ്റ്സ് താഴെയാണെന്നുള്ളത് ചെക്ക് ചെയ്യും. 30 ബീറ്റ്സിൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് നമ്മൾ ആളെ കെയർ ചെയ്യും അല്ലെ, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കും. 30 ബീറ്റ്സിൽ കൂടുതലാണെങ്കിലോ റേഡിയൽ പൾസ് പ്രസന്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യും. പൾസ് പ്രസന്റ് അല്ലെങ്കിൽ എന്താണ്? ബ്ലീഡിങ് കൺട്രോൾ ചെയ്യും, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കും. അതേപോലെ പൾസ് പ്രസന്റ് ആണെങ്കിൽ പേഷ്യന്റിന്റെ മെന്റൽ സ്റ്റാറ്റസ്, ഡോക്ടർ പറയുന്ന കാര്യങ്ങളോട് പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അതാണ് അസെറ്റ്സ് മെന്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി റെസ്പോണ്ട് ചെയ്യുന്നില്ല എങ്കിൽ, നോ എന്നാണെങ്കിൽ എന്താണ്? അവിടെ ഇമ്മീഡിയറ്റ് കെയർ ആണ് നമ്മൾ കൊടുക്കുന്നത്. റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിലോ യെസ് എന്നാണെങ്കിൽ ഡിലൈഡ് കെയർ കൊടുക്കും. കുറച്ച് വൈകി ട്രീറ്റ്മെന്റ് കൊടുത്താലും നമുക്ക് മതിയാകും. ഓക്കെ, ക്ലിയർ? മനസ്സിലായടോ? സംശയം ചോദിച്ച ആൾക്ക് ഫസ്റ്റ് നമ്മൾ കോഡുകൾ നോക്കാൻ പോവാണ്. ഫസ്റ്റ് കോഡ് എന്താണ്? കോഡ് റെഡ്, കോഡ് പിങ്ക്, കോഡ് ഓറഞ്ച്, കോഡ് ബ്ലൂ, കോഡ് യെല്ലോ, കോഡ് വയലറ്റ്, കോഡ് ബ്രൗൺ. ഓക്കെ, കോഡ് റെഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ.
എന്താണ് കോഡ് റെഡ്? പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരു കാര്യം പറയട്ടെ ടീച്ചർ. ഡേഞ്ചറോ ഫയർ ഇതെല്ലാം ഇങ്ങനെ ഈ കോളങ്ങൾ കണ്ടില്ലേ, ഓരോ കോളം ഇങ്ങനെ താഴോട്ടാണ് കേട്ടോ, ഇങ്ങനെ താഴേക്കാണ് നമ്മൾ വായിക്കേണ്ടത്. ഓരോ കോളംസും താഴോട്ട്. ഓക്കെ, ഇതിനെല്ലാം നേരെ നേരെ താഴേക്ക്. കോഡ് റെഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫയർ, smoke or odor of something burning. Initiate code red team alert as per fire manual inform 5000. അപ്പോ കോഡ് റെഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? തീപിടുത്തം അല്ലെ, ഫയർ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്മോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുർഗന്ധങ്ങളോ, എന്തെങ്കിലും ബേൺ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ദുർഗന്ധങ്ങൾ വരുന്നതോ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ റെഡ് കോഡ് പുറപ്പെടുവിക്കുന്നത്. അപ്പൊ റെഡ് കോഡ് പുറപ്പെടുവിക്കുന്നതിന്റെ കോഡിലെ ഫയർ മാനുവലിന്റെ നമ്പർ, അതിന് ഇൻഫോം ചെയ്യുന്ന നമ്പർ ആണെന്ത്? 5000 എന്ന നമ്പർ. ഓക്കെ, കോഡ് റെഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഫയർ അല്ലെങ്കിൽ സ്മോക്ക് ഓർ ഓർഡർ ഓഫ് സംതിങ് ബേണിംഗ്. ഓക്കെ, ഇനി ഇനീഷ്യേറ്റീവ് കോഡ് എന്ന് പറയുന്നത് ഏത് കോഡാണ്? എത്രയാണ് അതിന്റെ ഇൻഫോം നമ്പർ? 5000. ഓക്കെ, ആദ്യത്തെ കോളം ക്ലിയർ ആണോ? യെസ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? നോട്ടിഫൈ ദ ടെലിഫോൺ ഓപ്പറേറ്റർ. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ടെലിഫോൺ ഓപ്പറേറ്ററെ, ഇമ്പോർട്ടന്റ് ആണ്, ഓരോ കോഡും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ പഠിക്കുമ്പോ വേറൊന്നും പ്രത്യേകിച്ച് ഓരോ കോഡും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് പഠിച്ചു പോയാൽ മതി കേട്ടോ. ഓക്കെ, നോട്ടിഫൈ ദ ടെലിഫോൺ ഓപ്പറേറ്റർ. 9 എന്ന ഓപ്പറേറ്ററിലാണ് നമ്മൾ നോട്ടിഫൈ ചെയ്യുന്നത്. അവിടെ അദ്ദേഹമാണ് ഒരു റേസ് എന്ന പ്രോട്ടോകോൾ പുറപ്പെടുവിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റേസ് എന്ന പ്രോട്ടോകോൾ. എന്താണ് റേസ്? റേസ് എന്ന് പറയുന്നത് അതിലെ ഓരോ ലെറ്റേഴ്സും ഓരോ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അതില് R എന്ന് പറയുന്നത്, R എന്താണ്? റെസ്ക്യൂ ഓർ റിമൂവ് എവരിവൺ ഫ്രം ഇമ്മീഡിയറ്റ് ഡേഞ്ചർ. R എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ എല്ലാവരെയും ഉടനടി നീക്കം ചെയ്യുന്നതിനാണ് അല്ലെ. ഇപ്പൊ ഈ കോഡ് പുറപ്പെടുവിക്കുന്ന സമയത്ത് റേസ് പ്രോട്ടോകോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ R സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? റിമൂവ് എവരിവൺ ഫ്രം ഇമ്മീഡിയറ്റ് ഡേഞ്ചർ അല്ലെ. ഏറ്റവും വലിയ അപകടങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ ആൾക്കാരെ റിമൂവ് ചെയ്യുന്നതിനെയാണ് R സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇൻ റേസ് പ്രോട്ടോകോൾ R സ്റ്റാൻഡ് ഫോർ, R ഡിനോട്ടഡ് ഫോർ. എന്താണ് R ഡിനോട്ട് ചെയ്യുന്നത്? റെസ്ക്യൂ അല്ലെങ്കിൽ റിമൂവ്. അങ്ങനെയായിരിക്കും കിടക്കുന്നത് കേട്ടോ ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. ദെൻ A4. റേസിൽ A എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആക്ടിവേറ്റ് അല്ലെ, ആക്ടിവേറ്റ്. A4 ആക്ടിവേറ്റ് എ ഫയർ അലാം. A എന്ന് പറയുന്നത് ഈ ആളുകളെ നീക്കം ചെയ്തതിനു ശേഷം നമ്മൾ എന്താണ്? ഫയർ അലാം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഒരു അലാം ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്ടിവേറ്റ് ചെയ്യുന്നു. ദെൻ C. റേസിലെ C എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കൺഫൈൻ. കൺഫൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സജീവമാക്കുക അല്ലെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്? കൺഫൈൻ സ്മോക്ക് ആൻഡ് ഫയർ ആൻഡ് ക്ലോസ് ഓൾ ഡോർസ് അല്ലെ. നമ്മൾ ആ ഒരു പ്രദേശത്ത് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഡോർസുകളും ക്ലോസ് ചെയ്യുക അല്ലെ. എല്ലാ ഡോർസുകളും ക്ലോസ് ചെയ്തിട്ട് മറ്റെങ്കിലും പടരാതിരിക്കുന്ന രീതിയിലേക്ക്, ഇപ്പൊ പുകപടലങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ, മറ്റൊരു തരത്തിലുള്ള ദുർഗന്ധങ്ങളാണെങ്കിൽ അത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പകരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അത്തരം പ്രദേശങ്ങൾ നമ്മൾ ക്ലോസ് ചെയ്യാം. ഓക്കെ, C എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കൺഫൈൻ ആണ്, സജീവമാക്കുക അല്ലെങ്കിൽ ഒതുക്കുക എന്നൊരു മീനിങ്. ഓക്കെ, ദെൻ റേസ് പ്രോട്ടോകോളിലെ E എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? E ഫോർ എക്സ്റ്റിങ്ക്യൂഷ് അല്ലെ. എക്സ്റ്റിങ്ക്യൂഷർ കണ്ടിട്ടില്ലേ നിങ്ങള്? എക്സ്റ്റിങ്ക്യൂഷർ കണ്ടിട്ടില്ലേ? ഫയർ ഉണ്ടാവുന്ന സമയത്ത് extinguish the fire if possible. No, alert others by shouting code red. Extinguisher യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ഷൗട്ട് ചെയ്തുകൊണ്ടായിരിക്കണം എന്ത് പറയേണ്ടത്? കോഡ് റെഡ് എന്നുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ കോഡ് പുറപ്പെടുവിക്കുക. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നോക്കാം.
ഫസ്റ്റ് കോഡ് റെഡ് സൂചിപ്പിക്കുന്നത് ഫയറിനോ അല്ലെങ്കിൽ സ്മോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുർഗന്ധങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിന്റെ ഇൻഫോർമേഷൻ കോഡ് എന്ന് പറയുന്നത് എന്താണ്? 5000 ആണ്. ദെൻ ഇതിനെ നമ്മുടെ 9 എന്ന നമ്പറുള്ള ടെലിഫോൺ ഓപ്പറേറ്ററെയാണ് വിവരം അറിയിക്കേണ്ടത്. അദ്ദേഹമാണ് റേസ് എന്ന പ്രോട്ടോകോൾ പുറപ്പെടുവിക്കുന്നത്. റേസിലെ R എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? റെസ്ക്യൂ ഓർ റിമൂവ്, അതായത് അവിടെയുള്ള പ്രദേശങ്ങളിലുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മൾ റിമൂവ് ചെയ്യുക. ദെൻ A for activate alarm, activate fire alarm അല്ലെ? എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഫയർ അലാം. ഓക്കെ, അലാം ആക്ടിവേറ്റ് ചെയ്യുക. ദെൻ C എന്ന് പറയുന്നത് കൺഫൈൻ ആണ്, സജീവമാക്കുക അല്ലെ? ഓക്കെ, അതായത് ആ ഒരു പ്രദേശത്തിലെ എല്ലാ ഡോർസുകളും നമ്മളെ ക്ലോസ് ചെയ്യുക. ദെൻ E for extinguish the fire possible. ദെൻ അതിനുശേഷം എന്താണ്? കോഡ് റെഡ് എന്ന് ഷൗട്ട് ചെയ്ത് ആ കോഡ് നമ്മൾ പുറപ്പെടുവിക്കുക. അതിനുശേഷം in other areas or area away from alarm location, close all doors and windows even if you are not located in the alarm area. ഇനി നമ്മൾ മറ്റേതെങ്കിലും ഒരു പ്രദേശത്താണ് നിൽക്കുന്നതെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ദുരന്തം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു പ്രദേശത്താണ് നമ്മൾ, അല്ലെങ്കിൽ പെട്ടുപോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള സമയത്തൊക്കെ എന്താണ്, മിക്കതും നമ്മൾ ആ ഡോറുകളും വിൻഡോസും എല്ലാം ക്ലോസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത് വരെ പറയുന്നുണ്ട്, വാച്ച് ഫോർ സൈൻ ഫോർ ഫയർ ആൻഡ് സ്മോക്ക്, ഡു നോട്ട് യൂസ് എലവേറ്റേഴ്സ്. അതായത് നമ്മള് ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളാണ് നമ്മൾ ഒരിക്കലും എലവേറ്റേഴ്സ്, ലിഫ്റ്റ് ഉപയോഗിച്ചിട്ട് കിടക്കാനായിട്ട് ശ്രമിക്കരുത്. നമ്മൾ മാക്സിമം എന്താണ്, റിപ്പോർട്ട് ടു ദ സെയിം വർക്ക് ഏരിയ ആൻഡ് വെയിറ്റ് ഫോർ ഇൻസ്ട്രക്ഷൻ. മറ്റൊരു നിർദ്ദേശം കിട്ടുന്നത് വരെ നമ്മൾ അവിടെ തന്നെ നിൽക്കേണ്ടതാണ്. ഓക്കെ, പെട്ടെന്ന് നമ്മളൊരു റിപ്പോർട്ടിംഗ് ഏരിയയിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപായിട്ട് തന്നെ നിർദ്ദേശങ്ങൾ എവിടെ അനൗൺസ് ചെയ്യും അല്ലെ? എങ്ങോട്ടേക്കാണ് മാറേണ്ടത് എന്നുള്ള അനൗൺസ്മെന്റ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അതേപോലെ ആ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഏരിയയിൽ തന്നെ നമ്മൾ തുടരേണ്ടതാണ്. ഓക്കെ, മനസ്സിലായോ? തേർഡ് കോളത്തിലെ ഫോർത്ത് കോളത്തിലെ പോയിന്റ് മനസ്സിലായോ? ലാസ്റ്റ് വൺ, വെൻ യൂസിങ് എക്സ്റ്റിങ്ക്യൂഷർ. ഇനി നമ്മൾ എക്സ്റ്റിങ്ക്യൂഷർ യൂസ് ചെയ്യണം. ഒന്നുകൂടി പറയണോ? ഇനി മറ്റുള്ള ഏരിയാസിലാണ് അല്ലെങ്കിൽ അലാം ലൊക്കേഷൻ ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു പ്രദേശത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഏരിയയിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് ഒരിക്കലും നമ്മൾ എലവേറ്റേഴ്സ്, ലിഫ്റ്റ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. നമ്മൾ പഠിച്ചിട്ടില്ല, തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും എന്താണ്, സ്റ്റെയർസ് ആണ് ഉപയോഗിക്കേണ്ടത്, ഒരിക്കലും ലിഫ്റ്റ് ഉപയോഗിക്കരുത്. ഒരു ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത് വരെ നമ്മൾ ആ വിൻഡോസും ഡോർസ് ഒക്കെ ക്ലോസ് ചെയ്ത് അവിടെ തന്നെ ആയിരിക്കണം നിൽക്കേണ്ടത്. ഓക്കെ, നിർദ്ദേശം കിട്ടുന്നത് വരെ നമ്മൾ ആ ഏരിയ തന്നെ തുടരുക. അതിനുശേഷം എന്താണ്, when using extinguisher to put out the fire, remember. ഇനി എന്താണ്, നമ്മൾ എക്സ്റ്റിങ്ക്യൂഷർ യൂസ് ചെയ്യണം. എക്സ്റ്റിങ്ക്യൂഷർ യൂസ് ചെയ്യുന്നതിന് ഒരു കോഡ് ഉണ്ട്, പാസ് എന്ന കോഡാണ്. എന്താണ് പാസ് എന്ന് പറയുന്നത്? പാസിലും ഓരോ ലെറ്റേഴ്സ് ഓരോ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. പി എന്ന് പറഞ്ഞാൽ പുൾ ദ പിൻ, പിന്നാണ് പിൻ. അതായത് നമ്മുടെ എക്സ്റ്റിങ്ക്യൂഷറിന്റെ മുകളിലായിട്ട് ഒരു പിന്ന് കണ്ടിട്ടില്ല നിങ്ങള്? പിൻ മീൻസ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ആ പിൻ എന്ത് ചെയ്യണം? പുൾ ദ പിൻ എന്ന് പറഞ്ഞാൽ എന്താ? പിന്ന് നമ്മൾ വലിക്കുക. ഓക്കെ, എക്സ്റ്റിങ്ക്യൂഷർ കണ്ടിട്ടില്ലേ? കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ, പിക്ചർ കാണാം. ആ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? വലിക്കുക. ദെൻ എ എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? എയിം ആണ് കേട്ടോ. എയിം ദ നോസിൽ, എയിം ദ നോസിൽ. നമ്മുടെ ഒരു നോസിൽ ഉണ്ടായത് ഒരു അടപ്പൻ പോലെ ഉണ്ടായിരിക്കും. ആ നോസിൽ നമ്മൾ എയിം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? എസ് എന്താണ്? സ്ക്യൂസ് ദ ഹാൻഡിൽ. സ്ക്യൂസ് ദ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്യൂസ്, ഞെക്കുക. സ്ക്യൂസ് ചെയ്യില്ല നമ്മള്, ഞെക്കുക. ആ നോസിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്യൂസ് ചെയ്യുക. അതിന്റെ ഹാൻഡിൽ വെച്ചിട്ട് നമ്മൾ സ്ക്യൂസ് ചെയ്യുക. ദെൻ സ്വീപ്പ് ഇൻ സൈഡ് ടു സൈഡ് മോഷൻ നമ്മൾ കണ്ടിട്ടില്ലേ? ദെൻ എസ് എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? സ്വീപ്പ് എന്ന് പറഞ്ഞാൽ സൈഡിലേക്കും സൈഡ് ബൈ സൈഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ കാണിക്കാറില്ലേ? എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിച്ചിട്ട് തീ അണയ്ക്കുന്ന കണ്ടിട്ടില്ലേ നിങ്ങള്? തന്നെയാണ് കേട്ടോ. അതാണ് സ്വീപ്പ് എന്ന് പറയുന്നത്. അതായത് സൈഡ് ടു സൈഡ് മോഷൻസിലേക്ക് നമ്മളൊക്കെ ഇങ്ങനെ ചലിപ്പിക്കുക. ഓക്കെ, ഇപ്പൊ പാസ് എന്ന് പറയുന്നത്, പി എന്ന് പറയുന്നത് പുൾ ദ പിൻ, പിൻ വലിക്കുക. എ എന്ന് പറയുന്നത് എയിം ദ നോസിൽ. എസ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്യൂസ്. ആ നോസിൽ നമ്മൾ സ്ക്യൂസ് ചെയ്യാൻ നിൽക്കുക. ദെൻ സ്വീപ്പ് എന്ന് പറഞ്ഞതാണ് സൈഡ് ടു സൈഡ് മോഷൻസിലേക്ക് ആ തീ അണയ്ക്കാനുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്യുക. അങ്ങനെയാണ് എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ?
ഒന്ന് വായിച്ചു നോക്കിയേ. സ്കോഡ് റെഡ് ഒന്ന് വായിച്ചു നോക്കിയേ. ഫോർത്ത് ബോക്സോ? ഫോർത്ത് ബോക്സ് മനസ്സിലായില്ലേ? സുഹൈബ ഒന്ന് വായിച്ചു നോക്കിയേ. അതായത് ഒരു കൃത്യമായ ഒരു അലാം, ഈ അലാം അടിക്കുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റിയില്ലെങ്കിൽ, നമ്മൾ അതർ ഏരിയാസിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ നമ്മൾ പറഞ്ഞില്ലേ റേസ് എന്ന പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ആ അലാം അടിക്കും. ആക്ടിവേറ്റഡ് അലാം അടിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരു ഏരിയയിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എത്രയും പെട്ടെന്ന് ഇപ്പോ ഫയർ ആണെങ്കിലല്ല, എന്തെങ്കിലും ബേണിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും പുകപടലങ്ങളോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഡോർസുകളും നമ്മൾ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തതിനു ശേഷം, അതായത് നമ്മുടെ ആ മുറിയുടെ അകത്തേക്ക് ആ സ്മോക്ക് പടരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, എല്ലാ ഡോറുകളും വിൻഡോസും ക്ലോസ് ചെയ്യുക. പിന്നെ അതിനുശേഷം നമ്മൾക്ക് എന്താ സംഭവിക്കേണ്ടത്? നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നമ്മളെ എലവേറ്റേഴ്സ് ലിഫ്റ്റ് ഉപയോഗിച്ചിട്ട് ഇറങ്ങാനായിട്ട് ശ്രമിക്കരുത്. അത് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ പുതിയൊരു നിർദ്ദേശം കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഏരിയയിൽ തന്നെ ആയിരിക്കണം നമ്മൾ തുടരേണ്ടത്. അത് നമുക്ക് അനൗൺസ്മെന്റ് വരെ അല്ലെങ്കിൽ ഇത്രയും മറ്റ് ഏരിയാസിലുള്ളത് എത്രയും പെട്ടെന്ന് ഈ ഒരു ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ് എന്നുള്ള നിർദ്ദേശം വരുന്നത് വരെ എന്താണ്, നമ്മൾ ആ ഏരിയയിൽ തന്നെ തുടരേണ്ടതാണ്. ഓക്കെ, അതാണ് 4ാമത്തെ കോളത്തിൽ പറയുന്നത്. ഓക്കെ, മനസ്സിലായോളൂ? യെസ്. ഞാനൊരു സാധനം കാണിച്ചു തരാനാണ് നോക്കുന്നത്. പിക്ചർ കാണാമോ? കണ്ടോ? എക്സ്റ്റിങ്യൂഷർ കാണുന്നുണ്ടോ? യെസ്, കണ്ടോ? നമ്മൾ പറഞ്ഞതില് പാസ് എന്ന പ്രോട്ടോകോൾ, പുൾ ദ പിൻ എന്ന് പറഞ്ഞതാണ്. ഇതാണ് പിൻ എന്ന് പറയുന്നത്. ഓക്കെ, പുൾ ദ പിൻ ആൻഡ് എയിം ദ നോസിൽ. നോസിൽ എന്താണ്? മുകളിലുള്ള ഭാഗം, ഇതാണ് നോസില്. നമ്മൾ സ്ക്യൂസ് ചെയ്യുന്ന ഭാഗം ഏതാണ്? സ്ക്യൂസ് ചെയ്യുന്നതാണ് ഇത്. കണ്ടോ? സ്ക്യൂസർ ഞെക്കുന്ന ഭാഗം കണ്ടോ? കാണാമോ പിള്ളേരെ? ഇതാണ് സ്ക്യൂസർ. ഈ 2 ഭാഗം നമ്മൾ നാരങ്ങ നെക്കിയുടെയൊക്കെ പോലില്ലേ, അത് തന്നെ. ഇത് സ്വൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഇതിന്റെ വീഡിയോസ് ഉണ്ടാവും, അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, കാണിച്ചു തന്നേക്കാം. നമ്മളിങ്ങനെ ഞെക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ അതിൽ നിന്ന് സ്ക്യൂസർ ചെയ്യുമ്പോ കണ്ടോ പുറത്തേക്ക് പോകുന്ന കണ്ടോ? ഓക്കെ, കാണാമോ? യെസ്, നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. യെസ്, ഓക്കെ, ഇത് മൈൻഡപ്പ് ചെയ്യാം. അടുത്ത ഭാഗങ്ങളൊന്ന് പഠിക്കണം കേട്ടോ. വായിച്ചു നോക്കണേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.
One.